പ്രശാന്തേട്ടാ, നമ്മുടെ പിണറായിയുടെ കണക്കുകളൊക്കെ കണ്ടല്ലോ. പിണറായി പറയുന്നത്, ഈ കണക്കെന്ന് പറയുന്നത് ഒരു കേന്ദ്രത്തിന് നൽകിയ മെമ്മോറാണ്ടമാണ് എന്നാണ് പറയുന്നത്. അല്ലെങ്കിൽ വിചാരിച്ചില്ല ഈ കണക്ക് പുറത്തു വരും, അതാണ് പറ്റിപ്പോയത്. അതുകൊണ്ട് ക്യാപ്സ്യൂളൊന്നും അടിച്ചിറക്കാനുള്ള ഒരു സമയമൊന്നും കിട്ടിയില്ല. അങ്ങനെ മാധ്യമങ്ങളൊക്കെ ഇത് അതിഭീകരമായിട്ട് ആഘോഷിച്ചു. അപ്പോൾ ഇതിൽ നമ്മളിപ്പോൾ ചർച്ച ചെയ്യാൻ പോകുന്നത് രക്ഷാസേന അഥവാ വോളണ്ടിയർമാർ. ഈ വോളണ്ടിയർമാർ അവിടെ നടത്തിയ പ്രവർത്തനം സ്തുത്യർഹമായിരുന്നു എന്നുള്ള കാര്യത്തിൽ തർക്കമൊന്നുമില്ലല്ലോ. ഇവിടെ MVD, നമ്മുടെ മോട്ടോർ വാഹന ഡിപ്പാർട്ട്മെന്റ് ഉണ്ടല്ലോ, ഈ മോട്ടോർ വാഹന ഡിപ്പാർട്ട്മെന്റ് MVD ഇവരെ ഈ മോഡിഫിക്കേഷൻ ചെയ്ത വണ്ടികളൊക്കെ കണ്ട പിഴയൊക്കെ അടിച്ചു കൊടുക്കുമല്ലോ. ഒരു ദുരന്ത സമയത്ത് അവിടെ സ്വന്തം ചെലവിൽ കയ്യിൽ നിന്ന് പെട്രോൾ അടിച്ച് ഇവർ ഈ വണ്ടി കൊണ്ടുവന്ന് ആ ചെളിയിലും മണ്ണിലും രക്ഷാപ്രവർത്തനം നടത്തിയവരാണ് ഇവർ. സ്വന്തം കയ്യിലുള്ള JCB, ഹിറ്റാഷി എല്ലാം അവിടെയുള്ള ആൾക്കാർ സ്വന്തം കയ്യിൽ നിന്ന് പെട്രോൾ അടിച്ച് കൊണ്ടുവന്ന് പ്രവർത്തനം നടത്തിയ ആൾക്കാരാണ് അവിടെ ഉള്ളത്. ഇനി രണ്ടാമത്തെ കാര്യം, ഈ വോളണ്ടിയർമാർക്ക് ഭക്ഷണം കൊടുത്ത വകയിൽ 10 കോടി. വോളണ്ടിയർമാർക്ക് ഭക്ഷണം കൊടുത്തതിൽ 10 കോടി. എൻ്റെ ഒരു അഭിപ്രായത്തിൽ 10 കോടി ഉണ്ടെങ്കിൽ അവർ ദുരിതാശ്വാസ ക്യാമ്പിൽ പോയിട്ട് അവർക്ക് വീതിച്ചു കൊടുത്താൽ. ഈ വോളണ്ടിയർമാർ താമസിച്ച വകയിൽ 15 കോടി. വോളണ്ടിയർമാർ താമസിച്ച വകയിൽ ഞാൻ കണ്ടതിൽ വെച്ച് ഇന്ത്യൻ പട്ടാളം പോലും ആ ചെളിയിലായിരുന്നു കിടന്നുറങ്ങിക്കൊണ്ടിരുന്നത്. അവരുടെ യാത്രാ ചെലവ് 4 കോടി വോളണ്ടിയർമാരുടെ. അവർക്ക് ടോർച്ച്, മഴക്കോട്ട്, കുട, ബൂട്ട് 3 കോടി. ഇതൊരു കിറ്റാണ്. ഈ കിറ്റിന് 6000 രൂപയാണ്. ഒരു ടോർച്ച്, ഒരു മഴക്കോട്ട്, ബൂട്ട്, ഒരു കുട. അത് കഴിഞ്ഞ് ഈ പരിചരണം എന്ന് പറഞ്ഞൊരു കിറ്റുണ്ട്. എന്ത് പരിചരണമാണെന്ന് എനിക്ക് അറിഞ്ഞൂടാ. അതിന് 2 കോടി. വോളണ്ടിയർമാരെ അപമാനിക്കുകയാണോ മുഖ്യമന്ത്രി പിണറായി വിജയൻ? അവർ ഇത്രയും വലിയൊരു സംഭവമൊക്കെ ചെയ്തിട്ട് നമ്മളൊരു ദുരന്തം ഉണ്ടാകുമ്പോൾ എത്ര ആൾക്കാരാണ് എൻ്റെ മൊബൈൽ വരെ ഒരു കൺട്രോൾ റൂമായിട്ട് പ്രവർത്തിപ്പിച്ച് നമ്മളൊക്കെ എന്തോരം സംഭവം ചെയ്യാറുണ്ട്. എവിടെയെല്ലാം വോളണ്ടിയർമാരുണ്ട്. ഇവിടെ നിന്ന് എന്നെ അയച്ച വസ്ത്രത്തിനും ഭക്ഷണത്തിനും കയ്യും കണക്കുമില്ല. എന്താണ് ഈ സംഭവിക്കുന്നത്? എന്താണിത്? എന്തുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ ഉണ്ടാകുന്നത് നമ്മുടെ കേരളത്തിൽ? ദുരിതാശ്വാസ നിധിയെക്കുറിച്ച് ആ സമയത്ത് നമുക്കൊന്നും പറയാൻ പറ്റില്ല. ആ സമയത്ത് രാഷ്ട്രീയം പറയില്ല എന്ന് പറയും. ഇപ്പം പറയാമല്ലോ. ഈ സന്നദ്ധ പ്രവർത്തകരെ അവമാനിക്കുന്ന ഒരു രീതിയാണ് നമ്മൾ ഇന്നലത്തെ ആരും ചർച്ച ചെയ്യാത്തൊരു വിഷയം. സന്നദ്ധ പ്രവർത്തകരെ കൃത്യമായിട്ട് അവഹേളിക്കുന്ന ഒരു റിപ്പോർട്ടാണ് ഇന്നലെ വന്നിരിക്കുന്നത്. കാരണം നമ്മൾ ഒരു കാര്യം, ധനുഷ് ഉൾപ്പെടെ ഞാൻ ഉൾപ്പെടെ എല്ലാവരും മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, ഏത് ദുരന്തം വരുമ്പോഴും ഏത് പ്രശ്നങ്ങൾ വരുമ്പോഴും ഈ നാട്ടിൽ നല്ല മനസ്സുള്ള കുറേ ചെറുപ്പക്കാർ, അത് സേവാഭാരതിയുടെ കെയർ ഓഫിലാണെങ്കിലും മുസ്ലിം ലീഗിന്റെ കെയർ ഓഫിലാണെങ്കിലും കോൺഗ്രസിന്റെ കെയർ ഓഫിലാണെങ്കിലും DYFIയുടെ കെയർ ഓഫിലാണെങ്കിലും SDPയുടെ കെയർ ഓഫിലാണെങ്കിലും അതിൻ്റെയൊക്കെ കെയർ ഓഫിലാണെങ്കിലും ഇവരവരുടെ മനസ്സുകൊണ്ട് ആ ദുരന്തമുഖത്തും അല്ലെങ്കിൽ പ്രശ്നങ്ങളുള്ളിടത്തും ഇറങ്ങി വന്ന് ആൾക്കാരെ സഹായിക്കുന്നതിന് താല്പര്യമുള്ളവരാണ്. എനിക്ക് സ്വന്തം പൈസ മുടക്കി. എനിക്ക് അതിനകത്ത് പറയാനുള്ളത്, എനിക്ക് കൃത്യമായിട്ട് ബോധ്യമുണ്ട്. സന്നദ്ധ പ്രവർത്തനം എന്താന്ന് ഞാൻ പറയുന്നില്ല. സന്നദ്ധ പ്രവർത്തനത്തിന് ഇറങ്ങുന്ന ചെറുപ്പക്കാര് ഒരുപക്ഷെ അവിടുന്ന് ഈ ചെല്ലുന്നിടത്ത് ഭക്ഷണം കിട്ടുന്നത് മേടിച്ചു കഴിക്കും. അത് ഭക്ഷണം കൊടുക്കുന്നത് തന്നെ ഇതുപോലെ ഫ്രീ ആയിട്ട് ചില സന്നദ്ധ സംഘടനകളാണ് കൊടുത്തിട്ടുള്ളത്. ബോധ്യപ്പെട്ടിട്ടുണ്ടോ? അല്ലാതെ വേറെ ഒന്നിനും ഒരു പൈസ മേടിക്കുന്നതായിട്ട് ഞാൻ കണ്ടില്ല. DYFIയുടെ കാര്യം ഞാൻ പറഞ്ഞുതരാം. DYFIയുടെ വിട്ടിട്ടുള്ള പിള്ളേർക്ക് ആ പ്രദേശത്തു നിന്നുള്ള ആൾക്കാർ ഏതാളുടെ അടുത്ത് എന്ന് ചോദിച്ചാൽ ഇന്നടത്ത് പോകാൻ പൈസ അവർക്ക് കൊടുക്കാന്ന് പറഞ്ഞാൽ അവർ കൊടുക്കും. അതിനകത്ത് പാർട്ടിയല്ല നോക്കുന്നത്, എന്തിനു പോകുന്നു എന്നുള്ള നോക്കുന്നത്. അത് DYFI ആണെങ്കിലും അല്ലെങ്കിൽ മുസ്ലിം ലീഗ് ആണെങ്കിലും കോൺഗ്രസ് ആണെങ്കിലും ഇന്ന വയനാട്ടിൽ പോകുന്നതിന് വേണ്ടി കൊടുക്കും. ഇങ്ങനെ പിരിച്ചു കൊടുത്താണ് അവിടെ പോയിട്ടുള്ളത്. അവരവിടെ ചെന്ന് നിൽക്കുമ്പോൾ അവർക്ക് വേണ്ടിയുള്ള പൈസ തീരുമ്പോൾ വീണ്ടും ആ പ്രദേശത്തുള്ള നേതാക്കന്മാരെടുത്ത് പറഞ്ഞ് പൈസ കളക്ട് ചെയ്താൽ കൊടുക്കുന്നത്. ഇതുപോലെ തന്നെ നമ്മൾ ഇന്നലെ മനസ്സിലാക്കേണ്ടത് സേവാഭാരതി നമ്മൾ അതിന്റെ ലിസ്റ്റ് മാത്രമേ ഇട്ടുള്ളൂ. ഏതാണ്ട് 40ഓളം മൃതദേഹങ്ങൾ ഫ്രീ ആയിട്ട് സംസ്കരിച്ചു. 9 മൃതദേഹങ്ങൾ ഫ്രീ ആയിട്ട് സംസ്കരിച്ചു. അപ്പോഴാണ് അവിടെ സംസ്കരിച്ച മൃതദേഹങ്ങളുടെ എണ്ണം എടുത്തിട്ട് അതിന് 75,000 രൂപ ചെലവായെന്ന് പറഞ്ഞു. അതുപോലെ തന്നെ മുസ്ലിം ലീഗിന്റെ സന്നദ്ധ സംഘടന അവരുടെ വണ്ടി ഉൾപ്പെടെ എല്ലാ ചെലവും ഉൾപ്പെടെ ഇവിടെ സന്നദ്ധ പ്രവർത്തനം നടത്തുന്നതിന്റെ കൂടെ തന്നെ അവർക്ക് വേണ്ട വസ്ത്രങ്ങളെ, ഭക്ഷണം അല്ലെങ്കിൽ അത്യാവശ്യം മരുന്നുകളെ എല്ലാം കളക്ട് ചെയ്ത് കൊടുക്കുന്നതായിട്ട് നമുക്ക് കാര്യം പറയുമ്പോൾ മുസ്ലിം ലീഗ് ഇത്തവണ വിപ്ലവാത്മകമായിട്ടുള്ള പ്രവർത്തനം നടത്തി. മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിക്ക് സമാനമായിട്ടുള്ള ഒരു ദുരിതാശ്വാസ നിധി ഉണ്ടാക്കി
അതിലേക്ക് പൈസ ഇടിയിച്ച് അത് പബ്ലിക്കായിട്ട് വെർച്വലായിട്ട് ജനങ്ങളെ എത്ര തുക വന്നു, എത്ര തുക ചെലവാക്കി, എന്തിനൊക്കെ പോകുന്നു എന്ന് പറഞ്ഞ് അവരവരുടെ പാർട്ടി ഒരു സംവിധാനം തന്നെ കൊണ്ടുപോകും. അല്ല, അതിനകത്ത് വേള നമ്മൾ ഈ പറയുമ്പോൾ എല്ലാവരുടെയും കാര്യം പറയുന്നത്, ഈ മുസ്ലിം ലീഗ് എന്ന് പറയുന്ന പാർട്ടി അവരുടെ പ്രദേശത്ത് ചെയ്യുന്ന സന്നദ്ധ പ്രവർത്തനം ഭയങ്കര ഭീകരമാണ്. കാരണം അതിനുവേണ്ടി ഒരു വിങ്ങിനെ തന്നെ മാറ്റി വെച്ചിട്ടുണ്ട്. ഈ അടുത്തിടയ്ക്കാണല്ലോ പാലിയേറ്റീവ് കെയർ സെന്റർ എന്ന് പറയുന്ന CPM ഒക്കെ തുടങ്ങിയത്. അതിനപ്പുറം എത്ര ആ പ്രദേശത്ത് ഈ അസുഖമായിട്ട് കിടക്കുന്നവർ, അല്ലെങ്കിൽ ഇതുവരെ മോശം കാര്യങ്ങൾ നയിക്കുന്നവരെ, അനുഭവിക്കുന്നവർ, ഇവർക്കൊക്കെ വേണ്ടി അത് നല്ല സന്നദ്ധ പ്രവർത്തനം നടത്തുന്നത്. അപ്പം അവരുടെ ആ വിങ്ങി ഇവിടെ വന്നിട്ട് അവരുടെ എല്ലാ പ്രവർത്തനവും, അത് ഫണ്ട് റേസ് ചെയ്യാൻ പറ്റും, എല്ലാ പ്രവർത്തനത്തിനും. ആ സ്ഥാനത്താണ് ഇവിടുത്തെ പട്ടാളത്തെയും ഈ സന്നദ്ധ പ്രവർത്തകരെയും വളരെ മോശമാക്കുന്ന റിപ്പോർട്ട്. ഇത് കൊള്ള തന്നെയാണെന്ന് പറയേണ്ടി വരും. കൊള്ള തന്നെയാണെന്ന് പറയുന്നതിൻ്റെ കാര്യം എന്ന് പറഞ്ഞാൽ, ഈ കൊള്ള ഉദ്യോഗസ്ഥന്മാരുടെ കൊള്ളയാണ്. ഈ കണക്കുണ്ടാക്കുന്ന ഉദ്യോഗസ്ഥന്മാരാണ്. ഈ കണക്കുണ്ടാക്കുന്നത് റവന്യൂ ഉദ്യോഗസ്ഥന്മാരാണ്. കാരണം ആ റവന്യൂ ഉദ്യോഗസ്ഥന്മാർ ഒരു കണക്കുണ്ടാക്കിയിട്ട് ആ കണക്കിനകത്ത് ആരൊക്കെ അച്ചാരം പറ്റുന്നുള്ളവർ നമുക്കറിയത്തില്ല. കാരണം ഒരു കിറ്റിനകത്ത് 2500 രൂപയുടെ ഒരു കിറ്റിനകത്ത് 6000 രൂപ എന്ന് പറഞ്ഞ് കണക്കുണ്ടാക്കുന്ന ഉദ്യോഗസ്ഥൻ, അല്ലെങ്കിൽ പട്ടാളം കിടന്നത് ധനുഷ് കണ്ടായിരുന്നു. പുറത്ത് കിടന്നു. അവർക്ക് അങ്ങനെ കിടക്കുന്നതിന് ശീലമുണ്ട്. അവരങ്ങനെ അതിർത്തിയിൽ കിടക്കുന്നു, അല്ലെങ്കിൽ അവർ ശീലിച്ച്, അവർക്കൊന്നും മാനസിക പ്രശ്നമൊന്നുമില്ല. പക്ഷേ ആ പട്ടാളത്തിന്റെ പേരിൽ 11 കോടി എഴുതി വെച്ചേക്കുന്നു. പട്ടാളത്തെ കിടത്തി ഉറക്കിയായിരുന്നു 5 സ്റ്റാർ ഹോട്ടലിലാണ്. ഇവിടുത്തെ ഈ പാവം പിടിച്ച ഈ സന്നദ്ധ പ്രവർത്തനത്തിന് വന്ന, നിങ്ങൾ കണ്ടായിരുന്നു, ഒരു പള്ളിയിലച്ചൻ ഈ സേവാഭാരതിയെ താമസിക്കാൻ ഒരു പള്ളി സ്ഥലം കൊടുത്തിട്ട് ഇത്രയും വലിയ സന്നദ്ധ പ്രവർത്തകരും മര്യാദക്കാരുമാണോ സേവാഭാരതി പള്ളിയിലച്ചൻ ട്രോള് ഭയങ്കരമായിട്ട് വന്നായിരുന്നു. കാരണം അവരുടെ രീതികൾ, അവരെന്തിനു വരുന്നു, അവർ രാവിലെ ഇറങ്ങിപ്പോകുന്നു, കൃത്യസമയത്ത് ആഹാരം കഴിക്കാൻ വരുന്നു, പട്ടാളക്കാരെ കാറ്റി വലിയ ചിട്ടയിലാണ് അവരെ സന്നദ്ധ പ്രവർത്തനം നടത്തുന്നതും അതിൻ്റെ രീതിയിൽ. എന്നിട്ട് വൈകിട്ട് വന്നിട്ട് അവരവിടെ കിടക്കുന്നെന്ന് പോലും പള്ളിക്കകത്ത് അറിയുന്നത്, അത്ര ഡിസിപ്ലിൻഡ് ആയിട്ടുള്ള. അപ്പം അതിനെപ്പറ്റിയൊക്കെ ഇങ്ങനെ സന്നദ്ധ അല്ലെങ്കിൽ ആതുര സേവനം ചെയ്യുന്ന ചെറുപ്പക്കാരെ അല്ലെങ്കിൽ ആ സംഘടനകളെ ഒക്കെ ആക്ഷേപിക്കുന്ന രീതിയിലേക്കാണ് ഇന്നലത്തെ ഇത് വന്നത്. ഇത് ചർച്ച ചെയ്യേണ്ട ഇവിടുത്തെ മാധ്യമങ്ങളല്ലേ? ഈ മാധ്യമങ്ങൾ ഇതൊന്നും ചർച്ച ചെയ്യാതെ, അല്ലെങ്കിൽ ഈ മാതിരി കാര്യങ്ങൾ കുഴപ്പമുണ്ടെന്ന് പറഞ്ഞുവിടുന്ന അടങ്കലം ആക്ഷേപിച്ചേക്കുക. ഇപ്പോൾ ഒരു സന്നദ്ധ പ്രവർത്തനത്തിനകത്തുനിന്ന് മാന്യമായിട്ടുള്ള സേവാഭാരതി ഒന്നും പറയത്തില്ല, ഞങ്ങൾ ഇത്രയും ഇത് ചെയ്തു, അല്ല ഞങ്ങൾ പൈസ മേടിച്ചിട്ടില്ല. എൻ്റെ DYFIക്കാരൻ പാർട്ടിയുടെ സ്വാധീനം കൊണ്ടായിട്ട് പറയാൻ പറ്റത്തില്ല, മുസ്ലിം ലീഗുകാരൻ വരത്തില്ല. പക്ഷേ ഇവിടുത്തെ മാധ്യമങ്ങൾ ഈ കാര്യം ചർച്ച ചെയ്യണം. ഇവിടുത്തെ സുരേഷ് ഗോപിയുടെ പുറകെ ഓടുന്ന മാധ്യമം ഉണ്ടല്ലോ, അല്ലെങ്കിൽ RSSകാരൻ RSSകാരനെ കണ്ടെന്ന് പറയുന്ന മാധ്യമം ഉണ്ടല്ലോ, അല്ലെങ്കിൽ ഇതിനകത്തൊക്കെ കാര്യങ്ങളുണ്ട്. ഇത് ചർച്ച ചെയ്യണ്ടേ? കാരണം അവരല്ലേ ഇവരെ സേവ് ചെയ്യേണ്ടത്, അല്ലെങ്കിൽ തിരിച്ചറിയേണ്ടത്, അല്ലെങ്കിൽ അവർ മേടിച്ചോ എന്നറിയണ്ടേ? അപ്പം നമ്മളീ പറയാൻ ഉദ്ദേശിച്ചത്, ഇവിടെ ദുരന്തത്തിന്റെ പുറത്ത് കൊള്ളയുണ്ടെന്ന് പറഞ്ഞ് കഴിഞ്ഞ പ്രാവശ്യം ആക്ഷേപം വന്നതാണ്. അതിന് അഖിൽമാരാർ എന്ന് പറയുന്ന ഒരു സെലിബ്രിറ്റി വന്നപ്പോൾ ആ അഖിൽമാരാർ ഈ സമയത്ത് ഇത് പറയുന്ന ശരിയല്ലെന്ന് നമ്മളിരുന്ന് പറഞ്ഞതാണ്. നമ്മൾ പറയുന്ന ശരിയല്ല. അപ്പം ഒരു ദുരന്ത മുഖത്ത് കഴിഞ്ഞ പ്രാവശ്യം ആരുടെയൊക്കെ കുഴപ്പം കൊണ്ട്, അല്ലെങ്കിൽ ഉദ്യോഗസ്ഥന്മാരുടെ കുഴപ്പം കൊണ്ടോ, അല്ലെങ്കിൽ ആരെങ്കിലും എടുത്ത് അജ്ഞത കൊണ്ടോ അങ്ങോട്ടും തിരിമറ നടത്തിയിട്ടുണ്ടെങ്കിൽ, ഈ പ്രാവശ്യം ഒരു ദുരന്തം വന്നപ്പോൾ ആ കാരണം കൊണ്ട് ആ ദുരന്ത മുഖത്ത് അതിനർഹതയുള്ളവർ അനുഭവിക്കേണ്ട ഫണ്ട് ആരെങ്കിലും കൊടുക്കാൻ തയ്യാറായിട്ടുണ്ടെങ്കിൽ അതിന് തടസ്സം നിൽക്കുന്ന ഒരു വാചകമോ ഒരു പ്രശ്നങ്ങളോ ഒരു ഭാഗത്തുനിന്നും ഉണ്ടാവുമെന്ന് നമ്മുടെ ചാനൽ ഉൾപ്പെടെ ശ്രദ്ധിച്ച. പക്ഷെ ഇപ്രാവശ്യം വന്നത് എങ്ങനെയാണ്? അഖിൽമാരാർ പറഞ്ഞതാണ് ശരി, അയാൾ ആ അവസരത്തിൽ പറയേണ്ടതായിരുന്നു എന്ന് ഇപ്പൊ നമുക്ക് തോന്നുന്നുണ്ടല്ലോ. അല്ല, അത് പുള്ളി പറയാനുള്ള ഒരു കാരണമുണ്ട്. അത് പറയാനുള്ള കാരണം പറയുമ്പോൾ നമുക്കൊരു കാര്യം മറക്കാൻ പറ്റത്തില്ല. നമ്മുടെ പ്രളയം ഉണ്ടായല്ലോ. പ്രളയം ഉണ്ടായപ്പോൾ നമ്മുടെ നാട്ടിൽ ഇവിടെ ഓഫ് റോഡ് വണ്ടികളാണ് വോളണ്ടിയർമാരാണ് രക്ഷിച്ചത്, അല്ലെങ്കിൽ രക്ഷിച്ചതല്ല, അവർ സന്നദ്ധ പ്രവർത്തനം നടത്തിയത്. സൈന്യമാണ് എപ്പോഴും മുന്നിൽ. സൈന്യത്തിന് മോറൽ സപ്പോർട്ട്, സൈന്യത്തിന് അവരുടെ സപ്പോർട്ട് ആവശ്യമില്ലെങ്കിൽ അവർ ഇറങ്ങി. സൈന്യത്തിന് അതുകൊണ്ട് കുറച്ചുകൂടെ എളുപ്പമായി പണി എന്ന് നമുക്ക് വ്യാഖ്യാനിക്കാം അതിന്. കഴിഞ്ഞ തവണ പ്രളയം ഉണ്ടായപ്പോൾ ഇവിടെ ആരാണ് ഇറങ്ങിയെന്ന് പ്രശാന്ത് തന്നെ അറിയാമോ? മത്സ്യത്തൊഴിലാളികൾ ഇറങ്ങിയത്. മത്സ്യത്തൊഴിലാളികളുടെ അവിടെ വള്ളം കൊണ്ടുവന്ന്, സർക്കാർ ഒരു നിവൃത്തിയില്ല, മത്സ്യത്തൊഴിലാളികളുടെ അവിടെ വള്ളം കൊണ്ടുവന്നാണ് ജനങ്ങളെ രക്ഷിച്ചത്. ഈ വള്ളം കൊണ്ടുവന്ന് രക്ഷിച്ച മത്സ്യത്തൊഴിലാളികളുടെ മണ്ണെണ്ണയുടെ എക്സ്പെൻസ് കൊടുത്തിട്ടില്ല സർക്കാർ. അവരത് ചോദിച്ചു. എനിക്ക് തോന്നുന്നത് ഈ മണ്ണെണ്ണയുടെ എക്സ്പെൻസ് എഴുതിയെടുത്ത് കാണും. ഇതുപോലെ ഉണ്ടല്ലോ, ഇതുപോലെ എഴുതിയെടുത്ത് കാണും, പക്ഷെ കൊടുത്തിട്ടില്ല. വേറൊരു കേസ് ഓർമ്മയുണ്ടോ പ്രശാന്ത് ഏട്ടന്? നമ്മുടെ ടീച്ചർ അമ്മയില്ലേ, കഴിഞ്ഞ ടേമിൽ അവർ ആശുപത്രിയിൽ കിടന്നതിൻ്റെ റീഇംബേഴ്സ്മെൻ്റ് ആയിട്ട് അവരുടെ കണ്ണടയ്ക്ക് 35,000 രൂപ റീഇംബേഴ്സ്മെൻറ്റ് അവർ എഴുതിയെടുത്തു. അവർ കുടിച്ച പരിപ്പോടയ്ക്കും, അവർ കുടിച്ച കട്ടൻ ചായയ്ക്കും, പരിപ്പോടയ്ക്കും, പഴംപുരിക്കും, എന്നിട്ട് മേടിച്ച തോർത്തിന് പോലും അവർ പൈസ റീഇംബേഴ്സ്മെൻ്റ് ആയിട്ട് എഴുതിയെടുക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ഇതെല്ലാം പെരുപ്പിച്ച് കാട്ടി എഴുതിയെടുക്കുന്നതാണ്. അതെന്താ ഇങ്ങനെ സംഭവിക്കുന്നത്? അല്ലെങ്കിൽ സഹാക്കന്മാരെല്ലാം പെരുപ്പിച്ച്, ഒരു ബക്കറ്റ് വാങ്ങിച്ചു കഴിഞ്ഞാൽ 60 രൂപയുടെ ബക്കറ്റ് ആണെങ്കിൽ 600 രൂപ ഇടുന്നു. അല്ല, സഹാക്കന്മാരല്ല, ഇതിനകത്ത് വലിയൊരു കൊള്ളയുണ്ട്.
ഇതിനകത്ത് ഉദ്യോഗസ്ഥന്മാർ നിങ്ങൾ ഈ ദുരിതാശ്വാസ ഫണ്ട് കഴിഞ്ഞ പ്രാവശ്യം വെട്ടിച്ചാര ഉദ്യോഗസ്ഥന്മാരല്ലേ? ഉദ്യോഗസ്ഥന്മാർ ഞാനൊരു കാര്യം ചോദിച്ചു, ഇതിന് വെട്ടിക്കുന്നതിനകത്ത് ഈ ഉദ്യോഗസ്ഥന്മാർ ഇത് വെട്ടിക്കണമെങ്കിൽ അങ്ങനെ ഏരിയ കമ്മിറ്റി അംഗം ഇല്ല, ഞാൻ പറയാൻ വരുന്ന ഈ ഉദ്യോഗസ്ഥന്മാർ ഇത് വെട്ടിക്കണമെങ്കിൽ കൃത്യമായ ഡയറക്ഷൻസും അല്ലെങ്കിൽ കൃത്യമായ ഭരണാധികാരികളും അല്ലെങ്കിൽ അതിന്റെ വെട്ടിച്ചാൽ അതിന്റെ പുറകിൽ കുഴപ്പം ഉണ്ടാകുമെന്ന് കണ്ട ഒരു ഉദ്യോഗസ്ഥനും വെട്ടിക്കത്തില്ല. അതായത് ഇതിന്റെ ഓഡിറ്റിംഗ് കറക്റ്റ് ആണെങ്കിൽ വെട്ടിക്കത്തില്ല. ഈ 2500 രൂപയുടെ സാധനത്തിന് 6000 രൂപ എഴുതിയെടുക്കുന്ന ഉദ്യോഗസ്ഥന് ആ 6000 രൂപ മിച്ചം വരുന്ന 6000 രൂപയ്ക്ക് 2500 രൂപയ്ക്ക് ബാക്കി മിച്ചം വരുന്ന 3000 രൂപ അല്ലെങ്കിൽ 3500 രൂപ ഏതൊക്കെ തലത്തിൽ വീതിക്കുന്നു എന്നുള്ളതാണ് പ്രശ്നം. അങ്ങനെ വീതിക്കുന്നത് കൊണ്ടാണ് ഈ കണക്കെഴുതി പൈസ മാറ്റിവെക്കുന്നത്. കോടാനുകോടി രൂപ മിച്ചം വരുത്തുന്ന ഒരവസ്ഥയിലേക്ക് ആ കണക്കെഴുതുന്ന ഉദ്യോഗസ്ഥന്മാർക്ക് ആ കണക്കിനകത്ത് ഒരു വിഹിതം ആ ഉദ്യോഗസ്ഥനുണ്ടെങ്കിൽ ആ കണക്കെഴുതാൻ ധൈര്യം കൊടുക്കുന്ന ആൾക്കാർക്ക് അതിന്റെ വിഹിതമുണ്ട്. അതായത് ഇത് പച്ചയായ കൊള്ളയാണ്. ഞാൻ ഈ പറഞ്ഞത് ഈ പച്ചയായ കൊള്ള ജനങ്ങൾക്കെല്ലാം മനസ്സിലാക്കി കൊടുക്കാൻ ഇവിടുത്തെ മാധ്യമങ്ങൾ തയ്യാറായി. പക്ഷെ 1 രൂപ പോലും എടുക്കാതെ സേവനം ചെയ്യുന്ന ആൾക്കാരുടെ പേരിൽ മാറിയ പൈസ അവർക്ക് വേണ്ടി അല്ലായിരുന്നു എന്ന് പറയാൻ ഇവിടുത്തെ മാധ്യമങ്ങൾ ഉണ്ടാവണം. അല്ലെങ്കിൽ അവരോട് ചെയ്യുന്ന ഒരു മനുഷ്യടല്ലേ. നിങ്ങൾ അന്വേഷിച്ച് നോക്കും. ഞാൻ ധനുഷ് ഒരു കാര്യം ഞാൻ കൃത്യമായിട്ട് പറയാം. അവിടെ സന്നദ്ധ പ്രവർത്തനം നടത്തിയ ആ പിള്ളേരെ അവിടുന്ന് ആരെങ്കിലും കൊടുത്ത ഭക്ഷണമല്ലാതെ അവർക്ക് അവിടുന്ന് ഈ പറഞ്ഞ പോലെ ഒരു ബ്രെഡും ജാമും അല്ലാതെ കാലയിലിട്ടാൻ കൊടുത്ത ഇവരിപ്പെടുത്ത ഷൂവും അല്ലെങ്കിൽ ഒരു റെയിൻകോട്ടും അല്ലാതെ അവർക്ക് മിച്ചമൊന്നും കാണത്തില്ല. മനസ്സിലായില്ലേ? ഇത് ആ സേവാഭാരതിയുടെ ആയാലും മുസ്ലിം ലീഗിന്റെ ആയാലും കോൺഗ്രസിന്റെ ആയാലും DYFയുടെ ആയാലും SDP-യുടെ ആയാലും ഇത്തരത്തിൽ മനുഷ്യത്വം ഉള്ള ആൾക്കാരും ചെറുപ്പക്കാരും കുറച്ച് ശതമാനമെങ്കിലും ഉള്ളവരെ കൂടി മനുഷ്യത്വം ഇല്ലാതാക്കുന്നതും നാളെ കാലത്ത് ഒരു ദുരന്തമുണ്ടായാൽ ഇത്തരത്തിൽ ചെറുപ്പക്കാര് ഇറങ്ങിച്ചെല്ലാൻ പറ്റാത്ത മാനസികാവസ്ഥയിലേക്ക് അവരെ നയിക്കുന്ന രീതിയുമാണ് ഈ കൊള്ള കൊണ്ട് സാധ്യമാകാൻ പോകുന്നത്. അതായത് ഇത് ജനം തിരിച്ചറിയാൻ പറ്റത്തുള്ളൂ. കാരണം ആരായാലും എന്തായാലും ഒരു ദുരന്തമുണ്ടായാൽ പോലും അപകടമുണ്ടാകുമ്പോൾ ആഭരണങ്ങൾ കവരുന്ന കൊള്ളക്കാരനെക്കാട്ടി മോശമായിട്ടുള്ള ഒരു സംവിധാനം അത് ആര് നയിക്കുന്നോ അവരെ ഉത്തരവാദിത്തം പറഞ്ഞാൽ പറ്റത്തുള്ളൂ. യാതൊരു കാരണവശാലും അറിഞ്ഞില്ല അല്ലെങ്കിൽ കേട്ടില്ല എന്ന് ഇവിടുത്തെ സർക്കാരിനോ അതിന് നേതൃത്വം കൊടുക്കുന്ന പിണറായി വിജയനോ ഒന്നും കഴിയത്തില്ല. ഇത്തരത്തിലുള്ള കാര്യങ്ങൾ വൃത്തിയായി പോയില്ലെങ്കിൽ ഈ നാടിനെ നന്നാക്കുന്നതിന് പകരം ഈ ചെറുപ്പക്കാരെയും വിദ്യാർത്ഥികളെയും നല്ല മനസ്സുള്ള സമൂഹത്തെ പോലും ഇല്ലായ്മ ചെയ്യുന്ന ഒരു രീതിയിലേക്ക് കാര്യങ്ങൾ പോകും എന്നാണ് നമുക്ക് തോന്നുന്നത്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.